എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി, എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടോ? കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. എൻ്റെ രീതിയിലായ ഒരു കപ്പ ബിരിയാണിയുടെയൊക്കെ റെസിപ്പി ഉണ്ട്. അപ്പം പലരും വാട്സപ്പിൽ പറഞ്ഞു, ചേച്ചി സെപ്പറേറ്റ് വീഡിയോ ഒന്ന് ഇടണേന്ന്. ഞാൻ കഴിവതും ശ്രമിക്കാം. ഇപ്പോൾ ഇച്ചിരി ബിസി ആയിപ്പോയി. ഞാൻ റെസിപ്പി തന്നെ ഇടാൻ നോക്കാമേ. അപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം അഖിൽ പറഞ്ഞു, ചേച്ചി ചായയിൽ വെള്ളമാണോ കൂടുതൽ അങ്ങനെ തോന്നുന്നതെന്ന്. ഞാൻ പല രീതിയിൽ ചായ ഇടും. ചിലപ്പോൾ രണ്ടും സമാസമം എടുക്കും. ചിലപ്പം ഇപ്പം 4 ഗ്ലാസ് ഇന്നത്തെ കാണിക്കുന്നുണ്ട്. ഞാൻ 4 ഗ്ലാസ് വെള്ളമാണെങ്കിൽ 3 ഗ്ലാസ് പാല്. അപ്പോൾ ഓരോരുത്തർക്ക് ചിലർക്ക് പാല് കൂടുതൽ വേണമായിരിക്കും, ചിലർക്ക് പിന്നെ പാല് കുറച്ച് മതി, അങ്ങനെയൊക്കെ. അതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ പല രീതിയിൽ ചായ ഇടും. ചിലപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് വെക്കും, ചിലപ്പോൾ തേയിലവെള്ളം തിളച്ചിട്ട് ഒഴിക്കും, അങ്ങനെയൊക്കെയാണ്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നത്തെയും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. ഓക്കെ. 4 ഗ്ലാസ് വെള്ളം, 3 ഗ്ലാസ് പാലൊഴിക്കുന്നുണ്ട്. രാവിലെ പാസ്ത ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു അരമുറി ക്യാപ്സിക്കം, കുറച്ച് ബീൻസ്, ഒരു ക്യാരറ്റ്, ഒരു സവാള, 3 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കത്തിൻ്റെ അകത്തെ അരി എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. എന്നത്തെയും അതുപോലെ ചായയൊക്കെ റെഡിയായി. ചായയൊക്കെ ഒന്ന് ആറ്റിച്ചിട്ട് ചായ കുടിക്കാൻ എടുക്കട്ടെ. അപ്പോൾ റീച്ചാൻ എത്തിയില്ല. അപ്പോൾ എനിക്കും ഡാഡിക്കും കുടിക്കാനായിട്ടുള്ള ചായ എടുക്കുന്നുണ്ട്. പിള്ളേർക്ക് അവിടെ പാലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അഖിൽ ചോദിച്ചായിരുന്നു, ചേച്ചി ഞാൻ പറഞ്ഞില്ലേ ഇഡലിക്കാന്നേലും മാവ് അരയ്ക്കുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ മില്ലറ്റ് കൂടെ ചേർക്കുമെന്ന്. മില്ലറ്റ് എന്ന് പറഞ്ഞാൽ ഞാനത് റാഗി, ബാജറ, പിന്നെ നമ്മുടെ മണിച്ചോളം, ഇതെല്ലാം കൂടെ 3 കൂടെ ഞാൻ പൊടിച്ച് വെച്ചത്. അപ്പം ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല. ഇത്രയും മാവിൻ്റെ അകത്ത് 1 ടേബിൾ സ്പൂൺ ഒന്നും ഇട്ടാൽ ഒരു ടേസ്റ്റ് വ്യത്യാസം അറിയത്തില്ല. അത്രയും ഗുണം കൂടെ കിട്ടുമല്ലോ. ഇപ്പം ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഐഡിയ അതാ. എപ്പം മാവ് അരച്ച് വെച്ചാലും 1 ടേബിൾ സ്പൂൺ ഇതുകൂടെ ചേർക്കും. അന്നേരം ആർക്കും അറിയത്തുമില്ല. നമ്മുടെ ശരീരത്തിന് നല്ലതുമാണ്. അല്ലാതെ നേരത്തെ ഞാൻ ഈ മുഴുവനുള്ള ഉള്ളത് ഇങ്ങനെ അരച്ച് എടുക്കുന്നുണ്ടെങ്കിൽ അത്രയും അവന്മാർക്ക് ഇഷ്ടപ്പെടത്തില്ലായിരുന്നു. ഇത് പക്ഷേ അവർക്കറിയത്ത് പോലുമില്ല ഇതിലെന്തോന്നും ചേർത്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ പ്രേസൻ വന്ന് നോക്കിയിട്ട് ചോദിച്ചാൽ എന്തോ ഉണ്ടാക്കുവാന്ന്. പാസ്ത അവിടെ കവർ ഇരിക്കുന്ന കണ്ടപ്പോഴേ ആൾക്ക് ഹാപ്പിയായി. അപ്പോൾ ഞാൻ മിക്കവാറും ഞാനിവിടെ പാസ്ത ഇങ്ങനെയൊക്കെയുള്ളത് ഉണ്ടാക്കുന്നത്. ഇവന് ജങ്ക് ഫുഡ്, ഇവനൊരു ആഴ്ചയിൽ ഒരു ദിവസം ജങ്ക് ഫുഡ് ഡേയും ഉണ്ട്, ഒരു ദിവസം ക്യാൻറ്റീൻ ഡേയും ഉണ്ട്. ആ ദിവസം എന്ത് വേണേലും കൊടുത്തു വിടാം. അപ്പം ഞാനെന്നാൽ ഇന്ന് അവന് ക്യാൻറ്റീനിൽ നിന്ന് പൈസ കൊടുത്തിട്ട് എന്തെങ്കിലും വാങ്ങിക്കട്ടെ. ഇപ്പോൾ കുറച്ച് ദിവസമായി അങ്ങനെ വാങ്ങിക്കാൻ കൊടുക്കാമെന്ന് വെച്ചിട്ട് അവൻ പറഞ്ഞു, വേണ്ട, എനിക്ക് പാസ്ത തന്നെ ഇങ്ങനെ തന്നാൽ മതിയെന്ന് ടിഫിനി. പിന്നെ അവന് പാസ്ത കൊടുത്തു വിട്ടത്. ഇതൊക്കെയാണെങ്കിൽ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ അങ്ങനെ കഴിക്കുകയും ചെയ്യും. വെള്ളം ചൂടായിട്ടാണ് ഞാൻ അരി ഇട്ടത് കേട്ടോ. അല്ലെങ്കിൽ വീഡിയോ എടുത്തപ്പോൾ വെള്ളം പിടിച്ചു വെച്ചു, ഉടനെ അരി ഇടുന്നതാണ് കണ്ടത്. വെള്ളം ചൂടായിട്ടാണ് ഇട്ടത്. രാവിലെ അങ്ങ് അരി ഇട്ട്, ചോറില്ലായിരുന്നു. അതുകൊണ്ടപ്പോൾ അരി അങ്ങ് പെട്ടെന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ പാസ്തയൊക്കെ വിസിൽ വന്നിട്ട് ഒന്ന് മാറ്റി വെച്ചതേ ഉള്ളൂ. പിന്നെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തത്. അരി അങ്ങ് അടപ്പത്തിട്ട് അവിടെ അങ്ങ് തിളയ്ക്കട്ടെ. അപ്പം ഞാൻ അടുക്കളയിൽ നിന്നുണ്ട്. പോളിന് അത്രയില്ല. പോളി ചില സമയത്ത് അവന് കുക്കിംഗ് ചെയ്യാൻ ഇഷ്ടമാണെന്ന് പറയും. ഒരാൾ വന്ന് നിൽക്കും, ഞാൻ ഇളക്കട്ടെ, ഞാൻ ഉണ്ടാക്കട്ടെ, ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും.
ഇപ്പം പാസ് ഒന്ന് ഇളക്കട്ടെ എന്ന് ചോദിച്ചാൽ ആദ്യം ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. പിന്നെ എൻ്റെ മൈൻഡിൽ പെട്ടെന്ന് വന്ന് ഒന്ന് ചെയ്ത് പഠിച്ചോട്ടെ, ഞാൻ എൻ്റെ പ്രസൻറ്റിൽ ചെയ്യട്ടെ എന്ന് ചിന്തിച്ച്. അങ്ങനൊന്നുമല്ല പിടി. ഓ മതി പോ, സഹായിച്ച്. അത്രയും ചെയ്തപ്പോഴത്തേനും അവന് ഭയങ്കര സന്തോഷമായി. ഈ വീട്ടിലെ ജോലി മൊത്തം അവൻ ഇന്ന് ചെയ്ത പ്രതീതിയായിപ്പോയി അവൻ്റെ മുഖം കണ്ടാൽ. അപ്പം കൊച്ചിന് ടിഫിൻ എടുത്ത് വെച്ച് ലാസ്റ്റ് ഞാനും കഴിക്കാനെടുത്ത്. പിന്നെ ഇനി അവനെ ഒരുക്കാനുള്ള പരിപാടിയാണ്. എനിക്ക് ഏറ്റവും ജോലി ഒരിത്തിരി കൂടുതലായിട്ട് തോന്നുന്നത് രാവിലത്തെ ഇതാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൊച്ചിൻ്റെ ടിഫിനും കൊച്ചിനെ ഒരുക്കി ഒന്ന് വിടുന്നിടം വരെ എനിക്ക് നല്ല ബിസി ആയിരിക്കും. അത് കഴിഞ്ഞ് എനിക്കൊരു സമാധാനമുള്ളൂ. ഈ വീട്ടിലെ ഒരു ദിവസത്തെ ജോലി മൊത്തം ചെയ്താലും അത്രയും എനിക്ക് അങ്ങോട്ടൊരിത് വരത്തില്ല. പക്ഷേ ഈ രാവിലത്തെ ഇത് ഓരോരുത്തരുടെയും കാര്യങ്ങൾ നോക്കി നമ്മൾ സത്യം പറഞ്ഞാൽ ദൈവം സ്ത്രീകൾക്കൊരു പ്രത്യേക കഴിവ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത്രയും നോക്കിയും കണ്ടും ഇപ്പോൾ എൻ്റെ വീട് കാണുന്ന ആണുങ്ങളുണ്ടെങ്കിൽ തന്നെ ആണുങ്ങളെയും കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ചെയ്യുന്നത് പോലെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ അറിഞ്ഞ് നമ്മൾ ഓരോരുത്തർക്കും ടിഫിനാണെങ്കിലും എല്ലാം കൊടുക്കാനായിട്ട് അത്രയും ഒരു കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ നമ്മുടെ കാര്യം നോക്കാതെ വീട്ടുകാർക്ക് വേണ്ടി നമ്മൾ അതെല്ലാം സ്പെൻഡ് ചെയ്യും. നമ്മൾ അത് കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത്, നമുക്ക് ദൈവം ഒരു സ്ത്രീകൾക്ക് തന്നിരിക്കുന്ന ഒരു കഴിവാണ് അത്. പക്ഷേ നമ്മുടെ ആണുങ്ങൾ എഗ്രി ചെയ്ത് തരത്തില്ല. ഇപ്പം ഇവിടെ അതിൽ റീച്ചപ്പോൾ ഇത്രയും ജോലി സീരിയസ് ആയിട്ട് പറയുന്നതല്ല, ഞാൻ പറയുന്ന ഉടനെ എന്നെ ഒന്നുകൂടെ മൂട്ടാൻ വേണ്ടി പറയുന്നതാണ്. 2 മിനിറ്റത്തെ കാര്യമല്ല ഉള്ളൂ. എന്നിട്ട് നമ്മളിങ്ങനെ കൈ കൊണ്ടൊരു ഞൊട്ടയിട്ട് കേൾപ്പിക്കുമല്ലേ, ഇങ്ങനെ കാണിക്കുന്ന നേരം കൊണ്ടുള്ള എല്ലാം ജോലി തീരത്തില്ലയോ എന്ന്. ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ നടിക്കുമ്പോഴത്തേന് ജോലിയെല്ലാം തീരും, ഞങ്ങൾ ചെയ്യുന്നത് പോലെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഞാനും പറയും. അത് കേൾക്കുമ്പോൾ എനിക്ക് ഇത് വരും. പക്ഷേ കറക്റ്റ് ചെയ്യുന്നവരും കാണും, നല്ല വൃത്തിയായിട്ട് ചെയ്യുന്ന ആണുങ്ങളും കാണുമോ വീട്ടിൽ. ആണുങ്ങളെന്ന് പറഞ്ഞാൽ ഇനി അത് ഇതായി തെറ്റായോ കുടുംബനാഥന്മാരും ചെയ്യും. അപ്പം ഞാൻ തുണി കഴുകാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. തുണിയൊക്കെ ഇപ്പോൾ ആയി. ആ പൈപ്പങ്ങ് ഊരിയിട്ട് പിന്നെ പാത്രങ്ങൾ സോപ്പൊക്കെ ഇട്ട് വെച്ച് അതൊന്ന് കഴുകിയെടുക്കട്ടെ. ഇന്ന് പയറും മത്തങ്ങയും കൂടെയുള്ള കറിയാണ് വെക്കുന്നത്. അപ്പോൾ തുണികളൊക്കെ ആയി, അതങ്ങ് വിരിക്കാനായിട്ട് എടുക്കട്ടെ. പിന്നെ മത്തി ഇനിയിപ്പോൾ ലാസ്റ്റായി. ഇനിയിപ്പോൾ തലകളൊക്കെ എടുത്ത് വെച്ചേക്കുന്നത് ഇനി എടുത്ത് വറക്കാനൊക്കെ എടുക്കണം. മീൻ ഇവിടെ മീനിപ്പോൾ കുറവാണെന്ന് പറഞ്ഞു, ഞങ്ങൾ പോയില്ല നോക്കാനായിട്ട്. ഇങ്ങനെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അവൾ പോയണേ അങ്ങനെ ഇല്ലായിരുന്നെന്ന്. ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ പിന്നെ വാങ്ങിക്കാതിരുന്നു. ഇതിപ്പോൾ ലാസ്റ്റാണ്, നെയ്മത്തിയായിരുന്നു. അപ്പോൾ അതൊന്ന് കറി വയ്ക്കാമെന്ന് വെച്ച്. അപ്പോൾ രാവിലെ ഇത്തിരി പാക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞിട്ട് ഇത്തിരി ബിസിയായിരുന്നു. സത്യം പറഞ്ഞാൽ സമയം അങ്ങോട്ട് ചില ദിവസങ്ങളിൽ സമയം തികയുന്നില്ല, പെട്ടെന്ന് അങ്ങ് സമയം ഓടിപ്പോകുന്ന പോലെ തോന്നുക. ഇതിൻ്റെയും ചില തലകളൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്നുള്ള കുറച്ച് നെയ്യൂടെ നല്ല ഭാഗം നെയ്യ് അതിൻ്റെ അകത്ത് ആ നെയ്യിൻ്റെ അകത്തും ഇച്ചിരി കുടൽ പോലൊക്കെ നീളത്തോടെ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ആ നെയ്യ് കുറച്ചെടുത്തിട്ട് ഞാൻ അതിൽ നിന്ന് എടുത്ത് വറക്കാനായിട്ട് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഒരു ദിവസം എടുത്ത് വറക്കാമെന്നും പറഞ്ഞു. എനിക്ക് ഈ തല ഇങ്ങനെ വറുത്തിട്ടേ ചപ്പാത്തി എടുത്ത് കഴിക്കാൻ ഇഷ്ടമാണ്. ചോറിനേക്കായി എനിക്കിഷ്ടം ചപ്പാത്തിയൊക്കെ എടുത്ത് തിന്നാൻ നല്ലതാണ്.
പിന്നെ സ്ഥിരം കമൻ്റ് ഇടുന്ന ചിലരെയൊന്നും കാണുന്നില്ല ഇപ്പം. ഞാൻ അവർ കമൻ്റ് ഇടുന്ന ഇപ്പം നേരത്തെ ഒത്തിരി അങ്ങ് പഴയ വീഡിയോയുടെ ആണെങ്കിൽ എനിക്കത് തിരഞ്ഞു പോയി എടുക്കാൻ പ്രയാസമാണ്. അതിൻ്റെ താഴെ പോയി ഞാൻ ചോദിക്കും എന്തോ പറ്റി എന്തോന്ന്, പക്ഷേ അവർ കാണുന്നില്ലായിരിക്കാം. പലർക്കും ഞാൻ അങ്ങനെ ഈ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ, കാരണം ചിലരെൻ്റെ ഈ ഞാൻ അച്ചാറിൻ്റെ നമ്പർ വാട്സപ്പിൽ വീഡിയോയുടെ താഴെ ഇടത്തില്ലേ, അതിലെന്നെ വന്ന് കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട്. ഹായ് ചേച്ചി, ഞാൻ ഇന്നെടുത്താണ് താമസിക്കുന്നത്. അപ്പം ഞാൻ അവരുടെയൊക്കെ നമ്പർ സേവ് ചെയ്ത് വെക്കും. അവരൊക്കെ സ്ഥിരം കമൻ്റ് ഇടുന്നവരാണെങ്കിൽ ഞാൻ ചെന്ന് അവരുടെ പേഴ്സണൽ നമ്പറിൽ ചോദിക്കും എങ്ങനെയുണ്ട് എന്തുവാന്നൊക്കെ. ഇപ്പം അവരുടെ നമ്പരും എനിക്കറിയത്തില്ലെങ്കിൽ പിന്നെ ഞാൻ അവരിടുന്ന കമൻറ്റിൻ്റെ താഴെ ഞാൻ പോയി ചോദിക്കാറുണ്ട്. പക്ഷേ ഒത്തിരി പഴയ വീഡിയോയുടെ ആണെങ്കിൽ എനിക്ക് പോയി കമൻറ്റ് പോയി ഒത്തിരി നോക്കാനായിട്ട് ഒത്തിരി സമയമെടുക്കും. അതുകൊണ്ട് അത് ചെയ്യാറില്ല. എല്ലാവരും വീഡിയോ കാണുന്നുണ്ടോ, സുഖമായിട്ടിരിക്കുന്നോ അതറിഞ്ഞാൽ മതി. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നതെന്ന് മാത്രം കേട്ടാൽ മതി. അപ്പം മീൻകറിയൊക്കെ ഞാൻ അടപ്പത്തൊന്ന് വെച്ചിട്ടുണ്ട്. അപ്പം പയറും മത്തങ്ങയും ഒന്ന് വെന്തിട്ടുണ്ട്, അതിനെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് അടപ്പത്ത് വെച്ചിട്ട് അത് ഉടച്ചെടുക്കാമെന്ന് വെച്ച്. അപ്പം അതൊന്ന് ഉടച്ചെടുക്കാം. അച്ചാർ ഇന്നലെ ഞാൻ ഇട്ടതിൻ്റെ അച്ചാറെല്ലാം ഡബ്ബകളിലാക്കിയിട്ട് ആ പാത്രം വടിക്കാൻ അവിടെ ഇരിപ്പുണ്ട്. അന്നേരം ഇല്ല, അച്ചാറൊക്കെ ഇട്ടതുകൊണ്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ പോളിനോട് ചോദിച്ചടാ വടിക്കാൻ വേണമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞ് വേണ്ടാന്ന്. റീച്ചാൻ വടിക്കാൻ ഇഷ്ടമാണ്. ഇന്ന് ഞാൻ പയർ ഒത്തിരി ഉടഞ്ഞില്ല. അങ്ങനെ വെച്ചോണ്ടേ പോൾ പറയുന്നൊരു പ്രത്യേക ഇതുണ്ടെന്ന്. നിങ്ങളുടെ ഇവിടെയൊക്കെ വൻപയറിന് എത്ര രൂപയായി? ചുമന്ന വൻപയർ ഇവിടെ എത്ര ആയിരുന്നു? 180 160 ആണെന്ന് എനിക്ക് ഓർക്കുന്നത്. ഞാൻ സൺഡേ വാങ്ങിച്ചത് 1/2 കിലോയെ വാങ്ങിച്ചുള്ളൂ. കൊതി കൊണ്ട് എനിക്ക് ഭയങ്കര കൊതിയാണ്. ആ പയർ ഭയങ്കര ഇഷ്ടമാണ്. കണ്ടിട്ട് കൊതി കൊണ്ട് അങ്ങ് വാങ്ങിച്ചതാണ്. 1/2 കിലോയൊക്കെ നമുക്ക് ഒരു നേരത്തേക്കിനേ ഉള്ളൂ. ഇന്ന് ഞാനിതിൻ്റെ അരച്ചുടനെ ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർത്തരച്ച് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഞാൻ സാധാരണ മുളക് പൊടി ചേർക്കാറില്ലായിരുന്നു, കടുക് വറക്കുമ്പോഴേ ചേർക്കത്തുള്ളായിരുന്നു. ഇന്ന് കടുക് വറക്കാൻ നേരവും ചേർത്തിട്ടുണ്ട്, ഈ സമയത്തും ചേർത്തിട്ടുണ്ട്. ഞാൻ ആ മില്ലറ്റും കൊണ്ട് മടക്കപ്പം ഉണ്ടാക്കിയില്ലേ, അപ്പം പലരും പറഞ്ഞു, മായ പറഞ്ഞു അവരൊക്കെ മടക്കപ്പം എന്നാണ് പറയുന്നത്. കാരണം ചില സ്ഥലങ്ങളിൽ പല പേര് കാണുമല്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അപ്പം ഒരു കമൻറ്റ് വന്നായിരുന്നു, ഞാനും ഇന്ന് മടക്കപ്പം ഉണ്ടാക്കുമെന്ന്. അപ്പം ഞാൻ ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പല വെറൈറ്റിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വെച്ച്. ശരീരത്തിന് നല്ലതല്ലേ. ശരീരത്തിന് ഏറ്റവും ഗുണമാണ് ഷുഗറുകാർക്കും. ഇപ്പം നമ്മുടെ നാട്ടിലത്തെ ചക്കയുണ്ടല്ലേ, പച്ച ചക്കയുടെ പൊടി ഉണങ്ങിയത്. അപ്പം ഞാൻ അമ്മയുടെ തുഴമ്പോൾ പറയാം, മക്കളെ ആരോഗ്യമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇഷ്ടം പോലെ. ഇപ്പം ചക്കയ്ക്ക് നാട്ടിൽ ഭയങ്കര പിടിയാണ്. നേരത്തെ ആണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വരിക്ക ചക്ക ഇങ്ങനെ പൊഴിഞ്ഞു ഇങ്ങനെ പഴുത്ത് വീണിട്ടും ആ ആൾക്കാർക്ക് വെറുതെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും, പശുവിന് കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും ആൾക്കാർക്ക് വേണ്ടായിരുന്നു. ഇപ്പം പക്ഷേ ആൾക്കാർ ഓടി നടക്കുക. കാരണം ഇത് നമ്മുടെ ഇവിടങ്ങളിലല്ല, വിദേശത്തോട്ടൊക്കെയാണ് കയറ്റി അയക്കുന്നത്. അവർക്കൊക്കെ അതിൻ്റെ വാല്യൂ അറിയുന്നത്, നമുക്കൊന്നും അതിൻ്റെ വാല്യൂ ഇല്ല. അതും കൊണ്ട് ആ പൊടിയും കൊണ്ട്, ചക്കപ്പൊടിയും കൊണ്ട് ഓരോന്നിങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നവർക്ക് ഷുഗർ ലെവൽ കൺട്രോളിലാവുന്നുണ്ടെന്നാണ് അറിവ്. പക്ഷേ നല്ല റേറ്റും ആമസോണിലൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് വൈകിട്ട് എനിക്ക് കഴിക്കാനായിട്ട് ഞാൻ ഇന്നാളെ ഉണ്ടാക്കിയില്ലേ ഓട്സ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാമെന്ന് വെച്ച് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഓട്സ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, അത് ഡയറക്റ്റ് ഇങ്ങനെ ഓട്സ് പച്ചയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ ഇത് ഒത്തിരി സ്റ്റാർച്ച് പോലെ ആകുമ്പോൾ കുഴവഴായിരിക്കും. അതെനിക്ക് അത്ര താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് അതെ. എന്നിട്ട് ഞാൻ ഇതൊരു ഇതുപോലൊരു പാത്രത്തിലാക്കിയിട്ട് ഇതിൻ്റെ അകത്ത് 1 ടേബിൾ സ്പൂൺ ചിയാ സീഡ് കൂടി ഇട്ടിട്ട് ഞാൻ കുറച്ച് നേരം ഇതൊത്തിരി ഒന്ന് സോക്ക് ചെയ്ത് വെക്കും. ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു 5-6 കറുത്ത മുന്തിരിങ്ങയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മുന്തിരിങ്ങ, ഈന്തപ്പഴം എന്തൊക്കെ നിങ്ങൾ കഴിക്കുന്നു അതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞാൽ ഇപ്പം മധുരം ഉപയോഗിക്കും. ഷുഗർ ഇല്ലാത്തവർക്കാണെങ്കിൽ മധുരം പഞ്ചസാര വേണേൽ ചേർക്കാം, അല്ലെങ്കിൽ കൽക്കണ്ടം ചേർക്കാം, തേൻ ചേർക്കാം മധുരത്തിന് വേണ്ടി. അപ്പം ഞാനിത് മധുരമൊന്നും ചേർക്കാറില്ല. ഞാനിതിൻ്റെ അകത്ത് ഈ പഴമൊക്കെ കട്ട് ചെയ്തേ നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കടിക്കാൻ കിട്ടുന്നത് ബദാം വേണേൽ ചേർക്കാം, അണ്ടിപ്പരിപ്പ് ചേർക്കാം. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കപ്പലണ്ടിയാണ് ചേർക്കുന്നത്.
അതൊന്നും ഞാൻ ഇപ്പം ചേർക്കുന്നില്ല. ഇപ്പം ഞാൻ ഈ മുന്തിരിങ്ങയും ഇച്ചിരി പാലൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഈ മധുരം ചേർക്കാത്തതുകൊണ്ട് പച്ചവെള്ളത്തിൽ കുതിർത്താലേ ഒരു പച്ച ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി പാലിൽ ഇങ്ങനെ സോക്ക് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെളിയിൽ വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിലെടുത്ത് വെക്കും. അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ റെഡിയായി. ഇച്ചിരി ചാറായിട്ടാണ് എടുത്തത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മില്ലറ്റുകൾ, ഞാൻ ആ മണിച്ചോളം പൊടിച്ചത്, എന്നിട്ട് ആ മണിച്ചോളവും നേരത്തെ പൊടിച്ചതെല്ലാം കൂടെ ഒന്ന് ഈ ഉരുളിക്കകത്തിട്ട് നമ്മൾ ഈ പുട്ടുപൊടിയൊക്കെ വറക്കത്തില്ലേ അതുപോലൊന്ന് വറുത്ത് വെക്കാമെന്ന് വെച്ച്. കാരണം നമ്മൾ മില്ലിലൊന്നും പൊടിക്കുന്നതല്ലല്ലേ, നമ്മൾ തന്നെ ഞാൻ ചൂടാക്കിയിട്ടല്ല പൊടിച്ചതും, കഴുകി ഉണക്കി അങ്ങ് പൊടിക്കുമായിരുന്നു. അപ്പം ഞാനില്ല വെള്ളത്തിൻ്റെ മുകളിൽ പാത്രം വെച്ചിട്ടല്ലേ അത് ചൂടായത്. അപ്പോൾ ആ ഒരു ചൂടേ ഉള്ളായിരുന്നു. എന്നിട്ടാണ് ഞാൻ പൊടിച്ചത്. അതുകൊണ്ട് ഞാൻ ചിന്തിച്ച് ഇതൊന്ന് ചൂടാക്കി ഒന്ന് വെച്ചിരുന്നാലേ പന്നലാവത്തില്ലല്ലോ, കുറച്ച് നാൾ കാണുമല്ലോ ഇത് ഉപയോഗിക്കാൻ. അതുകൊണ്ട് ഞാൻ അതെല്ലാം കൂടെ ഒന്ന് പൊടിച്ച് ഒന്ന് ചൂടാക്കി വെക്കുമെന്ന്, വറുത്ത് വെക്കുക. എന്നിട്ട് അത് തണുത്തതിന് ശേഷം ഡബ്ബയിലാക്കി അടച്ചു വെക്കും. അപ്പം ഞാൻ ഇന്ന് പഴം കട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ കപ്പപ്പഴം ഉണ്ടല്ലോ, ഈ ചുമന്ന പഴം, അതിവിടെ ആർക്കും അങ്ങനെ, ഇവിടെ പിള്ളേരും ദിനത്തിൽ കഴിച്ചാൽ ദിനത്തിൽ ഡാഡി മാത്രം കഴിക്കും. അങ്ങനെ 1/2 കിലോയെ വാങ്ങിച്ചുള്ളൂ. അതിന്ന് ഇതിൻ്റെ അകത്ത് ഒരെണ്ണം കട്ട് ചെയ്തിടുന്നുണ്ട് ഇന്ന് രാത്രി കഴിക്കാനേ. ഇതിനങ്ങനെ ഒരു മധുരം ഇല്ല, ഒരു വാട്ട ഇല്ല, നമ്മൾ പറയത്തില്ലേ അധികം വിളഞ്ഞ് പഴുക്കാത്ത ഒരു മധുരമാണ്. അത്രയുള്ളൊരു മധുരമേ ഉള്ളൂ എനിക്ക്. പക്ഷേ ഇതിനൊരു വേറൊരു ടേസ്റ്റാണ്. എനിക്ക് ആ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് എൻ്റെ അമ്മ വീട്ടിൽ കോന്നിയിൽ അവിടെ ഇതിൻ്റെ ഈ കൊലയുണ്ടായിരുന്നു. അവിടെയൊക്കെ നല്ല കൃഷിയാണല്ലോ. പിന്നെ എൻ്റെ ആങ്ങളെ എവിടുന്നെങ്ങാണ്ടൂന്നൊക്കെ കൊണ്ടുവച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ ചെന്നിട്ട് എനിക്കിതൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞ്, കാണാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പാവം ഞാൻ ചെല്ലുന്നിടം വരെ വെച്ചിരുന്ന് അത് വെട്ടാതെ. എന്നിട്ടത് പഴുത്ത് അണ്ണാൻ ഒരെണ്ണം തിന്ന്. കുഞ്ഞൊരു കായായിരുന്നു, എന്നാലും അവൻ അതവിടെ നിർത്തി എനിക്ക് കാണണമെന്നും പറഞ്ഞു. ഞാൻ ഇതിനകത്ത് അതുകൂടെ കട്ട് ചെയ്ത്, പിന്നെ ഞാൻ പറഞ്ഞില്ല ഇച്ചിരി ഇപ്പം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതുകൊണ്ട് അത് തണുത്തതായതുകൊണ്ട് ഇച്ചിരി പാല് ഞാൻ ചൂടാക്കി ഇതിൻ്റെ അകത്ത് ഒഴിച്ചു. അപ്പം പെട്ടെന്ന് ഇതങ്ങ് നോർമൽ ടെമ്പറേച്ചർ ആവും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഫുഡ് ഇതാണ്. ഞാൻ കഴിക്കുന്നുണ്ടേ പ്രൈസമ്മോൻ വരും. അപ്പോൾ അവന് ഈ മധുരം ഇല്ലാത്തതുകൊണ്ട് ഇഷ്ടമല്ല. അതിൽ നിന്ന് ഞാൻ ഇച്ചിരി എടുത്ത് മാറ്റിയിട്ട് പിന്നെ അവന് ഞാൻ ഇച്ചിരി തേൻ ഒഴിച്ച് കൊടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായെങ്കിൽ വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടൺ ഒന്നുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.